ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉന്നക്കായയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അല്ലാണ്ട് പഴുക്കാത്ത പഴം വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും എടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് 2 മുട്ട ഇതുപോലെ ഒഴിച്ചിട്ട് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അതിലേക്ക് ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതേ പഴം പുഴുങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഈ ഒരു ചൂടിൽ തന്നെ നമ്മൾ സ്മാഷ് ചെയ്യണം. അപ്പോൾ വല്ലാണ്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോവും കേട്ടോ. ഇത് മിക്സിയിലിട്ട് വേണമെങ്കിൽ അങ്ങനെ അടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലത്തെ ഒരു സ്മാഷർ അധികം പൈസ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലായിടത്തും കിട്ടുന്നതാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ സ്മാഷ് ചെയ്തെടുത്താൽ നന്നായിട്ട് കിട്ടും. ഇനി കയ്യിൽ അല്പം നെയ്യൊന്ന് തടവിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതേ കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ, ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഉന്നക്കായുടെ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കണത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടിക്കിട്ടും കേട്ടോ. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. പഴം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രം. ഞാൻ ആക്കിയിട്ടുണ്ട്. ഇത് ഉന്നക്കായുടെ ഷേപ്പ് തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ അതേ ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഓയിലിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യല്ല കേട്ടോ ചെയ്യണത്. ഞാനിത് എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതേ എല്ലാനും റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിലിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് എന്തെങ്കിലും ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താലും മതി. കാരണം ഉള്ളിലുള്ളതൊക്കെ നമ്മൾ വേവിച്ചതല്ലേ. അപ്പോൾ ഈ പഴവും പുഴുങ്ങിയതാണ്. അപ്പോൾ ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികം ഓയിലൊന്നും യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതേ ഞാൻ എയർ ഫ്രയറിൽ 5 മിനിറ്റ് കൂടുമ്പോൾ ഞാൻ തുറന്ന് നോക്കേണ്ട. ഞാനിത് ആദ്യമായിട്ട് ചെയ്തപ്പോൾ എടുത്ത വീഡിയോ ആണ്. അത് 30 മിനിറ്റ് എടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് ആയി വരാനായിട്ട്. അതുപോലെ ഞാൻ 2 ട്രിപ്പായിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓയിലിൽ മുക്കി പൊരിക്കാതെ ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് മൊരിച്ചെടുത്താലും സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്